ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കൊഞ്ചുണ്ട്. കൊഞ്ച് തീയൽ വയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വറുത്താണ് വയ്ക്കുന്നത്. അതിന് വേണ്ടിയുള്ള തേങ്ങ, പിന്നെ ഉള്ളി, പിന്നെ അതിൻ്റെ ചേരുവകൾ നമുക്ക് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. മൊബൈൽ കയ്യിരിക്കുന്നതാണ്, എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് അളവായിട്ട് ഞാൻ പറയുന്നില്ല, ചേർക്കേണ്ട ചേരുവകൾ നോക്കിയിട്ട് നിങ്ങൾ എത്രയാണോ ഉപയോഗിക്കുന്ന സാധനത്തിൻ്റെ അത് കണക്കാക്കിയിട്ട് ചെയ്യുക. മല്ലിപ്പൊടി, പിന്നെ അതുപോലെ തന്നെ മുളക് പൊടി. തീയലല്ലേ, അപ്പോൾ ഒരുപാട് എരിവിൻ്റെ ആവശ്യം ഇല്ല. അത് അവരവരുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടോണം. നമുക്കിവിടെ കുറച്ച് എരിവ് വേണം. പാത്രം ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്താലും മതി. കുരുമുളകിൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുറച്ച്. പിന്നെ അതുപോലെ തന്നെ പുളിയും കൂടി അതിനകത്തിട്ട് നമ്മൾ വറുത്തെടുക്കാം. ഇത്രയും പുളിയും കൂടെ ഇട്ടിട്ട് നമ്മൾ തേങ്ങ ഒന്ന് നല്ലവണ്ണം മൂപ്പിച്ച് നല്ല ബ്രൗണിഷ് കളറാകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ നിൽക്കണം കേട്ടോ. അടിയിൽ പിടിച്ച് കഴിഞ്ഞാൽ ഒരുമാതിരത്തെ ഒരു മണമായിരിക്കും, അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ നല്ലവണ്ണം തീ കുറച്ചിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമ്മളൊന്ന് പതുക്കെ ഇളക്കിക്കൊണ്ടേ നിന്നാൽ മതി. അപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ട് വരും. അതായിട്ട് ഞാൻ കാണിക്കാം. ഇപ്പം നമ്മുടെ തേങ്ങ എല്ലാം കൂടെ ഇട്ട് കൂട്ടെല്ലാം നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ വേണമെങ്കിലും നമുക്ക് മൂപ്പിച്ചെടുക്കാം, കുറച്ചുകൂടെ ബ്രൗൺ കളറാവുന്ന വരെ. ഇതിപ്പോൾ എനിക്ക് ഇത്രയും മതി. ഒത്തിരി കറുത്തിരിക്കുന്നത് എനിക്കിഷ്ടമില്ല തീയലായാലും. അപ്പോൾ ഞാൻ ഇതിലങ്ങ് ഓഫ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ കൂടെ തന്നെയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വച്ചിരുന്നാൽ അതങ്ങ് മൂത്ത് ഇരിക്കും. നമുക്ക് അരയ്ക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് ഇരിക്കും. ഇങ്ങനെ ഒന്ന് കൂട്ടിങ്ങ് വെച്ച് കൊടുത്തിട്ട് ആ സമയം കൊണ്ട് നമുക്ക്, അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊന്ന് കടുവറുത്തിട്ട് ഇത് ചെയ്തെടുക്കാം. ഇതിൽ ആഡ് ചെയ്തേക്കുന്നത് തക്കാളി, പിന്നെ വെള്ളരിക്ക, മുരിങ്ങയ്ക്ക, സവാള, പിന്നെ തൊണ്ടൻ മുളകും മറ്റേ മുളകും ഉണ്ട്, രണ്ടും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വരുമ്പോഴത്തേക്ക് നമുക്ക് അത് തണുത്തിരിക്കും. ആ സമയം കൊണ്ട് നമുക്കതൊന്ന് കടുവറുത്തിടാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ആവശ്യമായ വെളിച്ചെണ്ണ ചേർത്താൽ മതി. പിന്നെ അത് ചൂടായി വരുന്നതേ ഉള്ളൂ. ചൂടാവുന്ന ടൈമിൽ നമുക്ക് കടുകൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ചൂടായില്ല, നമുക്ക് കടുക് അങ്ങോട്ട് കൊടുക്കാം. ഇതാ പൊട്ടുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വറ്റൽമുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വറ്റൽമുളകും കഴിഞ്ഞതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. മൊബൈൽ ഇതായിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ വരുന്നത്. നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന എല്ലാം കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി എടുക്കാം. തീ കുറച്ച് എണ്ണ ഇട്ടേക്കണം, കരിഞ്ഞു പോകാൻ പാടില്ല. പതുക്കെ എണ്ണ കിടന്ന് നല്ല ബ്രൗണിഷ് കളറാകുന്നത് വരെ നമുക്കൊന്ന് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. അപ്പോൾ അതൊന്ന് അങ്ങനെ കിടക്കട്ടെ. ഇത് തണുത്തില്ല, തണുത്ത് കഴിഞ്ഞാൽ മിക്സിയിൽ അടിച്ചെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുവരെ നോക്കാം നമുക്ക്. ആ കൂട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതപ്പോൾ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ട് ഞാൻ വരാം. ഇപ്പം നമ്മുടെ കടുവറുത്തിട്ട സാധനമെല്ലാം നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ
എടുത്തു വച്ചേക്കുന്ന കൊഞ്ചും കൂടി ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളൂ കൊഞ്ച് ഉള്ളത്. നല്ല വലിയ കൊഞ്ചായതുകൊണ്ട് വലുതായതുകൊണ്ട് പ്രശ്നമില്ല, ചെറുതാണെങ്കിലും രസമില്ല. അപ്പോൾ ഇതിങ്ങനെ അല്പം ഒന്ന് തീ ഒന്ന് കൂട്ടി കൊടുക്കാം. നിങ്ങളൊക്കെ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചുമ്മാ ഒരു കുറച്ച് പേര് കാണുന്നുള്ളൂ, എന്നാലും ആ കാണുന്നവർക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം കാണുമല്ലോ. അത് എന്തെങ്കിലുമൊക്കെ കമൻ്റ് ഇട്ട് പോകണം കേട്ടോ. നമ്മൾ ഈ ചെയ്യുമ്പോൾ അതിനൊരു പ്രചോദനം വേണമെന്നുണ്ടെങ്കിൽ, നല്ലതായാലും ചീത്തയായാലും കൊള്ളത്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു കമൻ്റ് എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന രീതിയും എല്ലാം ഒന്നതിനകത്ത് ടൈപ്പ് ചെയ്തൊക്കെ ഇടാം. ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ നമുക്കും പറഞ്ഞു തരാം. ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഞാൻ കൂടുതലും തീയലായിട്ട് വയ്ക്കാറില്ല. കൊഞ്ച് പുരട്ടിയാണ് എനിക്ക് ഇവിടെ ഇഷ്ടം നമുക്ക്. പിന്നെ അപ്പോൾ ഇന്ന് വിചാരിച്ചു വേറെ കറിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് കൊഞ്ചങ്ങ് തീയൽ വെച്ചേക്കാം. അപ്പോൾ ഒരു കറിയും ആകും മീനും ആകും. അപ്പം ഒരു വടിക്ക് 2 പക്ഷിയെന്നായി. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതൊന്ന് അല്പം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടെ അതിനകത്ത് പിടിക്കണമല്ലോ, അല്ലെങ്കിൽ പിടിക്കത്തില്ല. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ അങ്ങ് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി അടച്ച് വെച്ചേക്കുന്ന കൂട്ടങ്ങ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് കൊഞ്ച് നല്ല വേകാനുണ്ട്. വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ ഒരുമാതിരി പച്ച ചവയ്ക്കും. അപ്പം നമുക്ക് ഈ കൂട്ടങ്ങ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയെല്ലാം കൂടെ കടുവറുത്ത് ഇട്ടതല്ലേ, അപ്പം നമുക്ക് അത് നല്ല എണ്ണ തെളിഞ്ഞ് വരും. ഇങ്ങനെ കുറേ നല്ല തിളച്ച് കഴിയുമ്പം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും പ്രശ്നമില്ല. ഈ മൊബൈലും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന നമുക്കൊക്കെ അങ്ങനെ ഉള്ളു കേട്ടോ. അതുകൊണ്ടാണ് അതൊക്കെ കാണേണ്ടി വരുന്നത് ഇങ്ങനെയൊക്കെ. അപ്പം ഒന്നുകൂടെ കുറച്ചുകൂടെ ഒന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കളയണ്ട, നമുക്ക് ഇതിൽ അരച്ചെടുത്തതേ. അപ്പോൾ ഇങ്ങനെ അതുകൂടെ ഒന്ന് ഒഴിച്ചങ്ങ് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുത്താൽ മതി. കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഉപ്പും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ചുകൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ കറിവേപ്പിലയൊക്കെ എൻ്റെ വീട്ടിലുള്ളതാണ് കേട്ടോ. കടയിൽ നിന്ന് ഞാൻ വാങ്ങാറേ ഇല്ല. തന്നാൽ പോലും വേണ്ട എന്ന് പറയും ഞാൻ. അപ്പം കറിവേപ്പില മിക്ക സാധനങ്ങളും എനിക്ക് കൂടുതൽ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം അതിങ്ങനെ അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തിളച്ച് വറ്റി വരുന്ന സമയത്ത് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്നതിനൊക്കെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈ രീതിയും ചെയ്ത് നോക്കണം, നിങ്ങളുടേതായ രീതിയും ചെയ്ത് നോക്കണം. അപ്പോൾ അറിയാമല്ലോ അതിനാണ് ടേസ്റ്റ് കൂടുതലെന്ന്. അപ്പോൾ ഇതിന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം നമ്മുടെ കൊഞ്ച് തീയൽ ഇതാ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി തണുക്കുമ്പോൾ കുറച്ചുകൂടെ അങ്ങ് വറ്റും. അപ്പം ഇതാണ് നമ്മുടെ കൊഞ്ച് കറി. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടിട്ട് ലൈക്കും കമൻറ്റും ഒക്കെ കൊടുക്കുകയും വേണം. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുകയും വേണം. നിങ്ങൾക്ക് അറിയാമെന്നുള്ള രീതിയാണെങ്കിലും ഈ രീതിക്ക് ഒന്നുകൂടെ വച്ച് നോക്കണം. അപ്പം കൊഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ മതി നമുക്കിനി. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് താഴെ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അത് മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ആദ്യമായിട്ട് വയ്ക്കുന്ന എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.